മലയാളി ബിസിനസ് വെൽഫെയർ അസോസിയേഷൻ മുംബൈയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വ്യവസായ രംഗത്തെ പ്രമുഖർ സംവദിച്ചത് കാലിക പ്രസക്തിയുള്ള സംരംഭങ്ങളെക്കുറിച്ചും ചെറുകിട വ്യവസായ മേഖലയുടെ സാധ്യതകളെക്കുറിച്ചുമാണ്. വിജ്ഞാനവും വിനോദവും കൈകോർത്ത ചടങ്ങ് മുംബൈയിലെ മലയാളികളുടെ സാംസ്കാരിക പരിപാടികളിലെ വ്യത്യസ്തമായ അനുഭവമായി മാറി. ചെറുകിട വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മലയാളി സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ഈ മേഖലയിലേക്ക് പുതുതായി വരുന്നവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇടപെടലുകൾ നടത്തുക എന്ന ഉദ്ദേശത്തോടെ 2008 രൂപീകരിച്ച സംഘടനയാണ് മലയാളി ബിസിനസ്മെൻ വെൽഫെയർ അസോസിയേഷൻ. സെയിൽസ് ടാക്സ്, ഇൻകം ടാക്സ്, GST, മറ്റു വ്യവസായ തൊഴിൽ നിയമങ്ങൾ എന്നീ വിഷയങ്ങളിൽ വിദഗ്ധരുടെ സഹായത്തോടെ ട്രെയിനിംഗ് പ്രോഗ്രാമുകളും അംഗങ്ങൾക്കാവശ്യമായ നിയമോപദേശങ്ങളും നൽകുന്ന സ്ഥിരം സംവിധാനങ്ങളും MBWയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്നു. ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇവിടെ ബോംബെ ചിഹ്നത്തിൽ കിടക്കുന്ന സാധാരണക്കായ ബിസിനസ്സുകാരെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നിട്ട് അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരുടെ ബിസിനസ്സിന് വേണ്ട ഒത്താശകൾ ചെയ്ത് ബിസിനസ്സിനെ പുരോഗമിക്കുകയും അതുപോലെ തന്നെ മലയാളികളായിട്ടുള്ള പുതിയ ജനറേഷനുള്ളവരെ കൂടുതൽ ഈ ബിസിനസ്സിൽ കൊണ്ടുവരുമെന്ന ലക്ഷ്യമാണ്. മഹാരാഷ്ട്രയുടെ വിവിധ മേഖലകളിലേക്ക് പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കയ്യൊപ്പ് ചാർത്തിയ സംഘടനയായ വാരിയർ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഗിവിംഗ് ബാക്ക് മ്യൂസിക്കൽ നൈറ്റ് ആൻഡ് ബിസിനസ് മീറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ അരങ്ങേറി. ഇന്ന് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ചില പ്രധാന പ്രോജക്റ്റുകൾ, ഒന്ന് നർച്ചർ എ ചൈൽഡ്, അതായത് വിദ്യാഭ്യാസത്തിന് വിഷമമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനുള്ള ഫ്രീ ആയിട്ട് കൊടുക്കുവാനുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കി റെസിഡൻസ് സ്കൂളായിട്ട് ബാലമന്ദിരങ്ങളിൽ നിന്ന് മുംബൈയിലും നാട്ടിലും 4-5 സ്ഥലങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏത് നിർധനരായ കുട്ടികൾക്കും അവിടെ പഠിച്ച് ഉയർന്ന് ഏത് നിലയിലേക്ക് പോകണമെങ്കിലും എഞ്ചിനീയറോ ഡോക്ടറോ നേഴ്സോ എന്താവാനുമുള്ള പരിസ്ഥിതിയും അവിടെ നമ്മൾ ഒരുക്കുന്നതാണ്. മുള്ളുണ്ട് കാളിദാസ നാട്യമന്ദിറിൽ അരങ്ങേറിയ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ MBW പ്രസിഡന്റ് ശ്രീ KP ദിനേശ് അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥികളായി എത്തിയ ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ള, അഡ്വക്കേറ്റ് സദാശിവൻ നായർ, ശ്രീ സുരേഷ് നായർ, AV രവികുമാർ എന്നിവരെ MBW ഭാരവാഹികൾ പൂച്ചെണ്ട് നൽകി വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് വിശിഷ്ടാതിഥികൾ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. കോർപ്പറേറ്റ് ചാണക്യാചാര്യൻ ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ള മുഖ്യ പ്രഭാഷണം നടത്തി. So the thing is that our education system actually is not an education system, it's an examination system. And whoever could get good marks will get into a good institution, maybe an engineer or a doctor or whatever, and then he'll get a good job. But the thought has now to change, and I've been personally working with a lot of young boys and girls in colleges where they're not thinking about jobs, they're actually thinking about startups. And I'll give specifically the best institutions in India, including the IIT, IIMs. I've been very fortunate to address many of them. There is something called as placement cell. Once you get a graduation or in engineering, there will be one department which will help you get jobs. 2 institutions, India's most premium institutions. One is IIT Bombay and one is IIM Ahmedabad. And I was speaking to the directors, they're telling, the placement cells are going dry. Kisi ko job nahi chahiye. So what are they doing? They're becoming entrepreneurs. Very recently, I was in IIT Bombay. There is something called as E-Cell. E is not about employment. E is about entrepreneurship. And because it's a premium institution, a lot of people fund their ideas. But unfortunately, 90% of them don't have experience because many of them are from the first generation businessmen. യുവ സംരംഭകർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ഭാഷണത്തിലൂടെ ഈ മേഖലയിലെ നൂതന സാധ്യതകളെക്കുറിച്ചും അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും മാനേജ്മെന്റ് ഗുരു ഡോക്ടർ രാധാകൃഷ്ണൻ പിള്ള വിശദീകരിച്ചു. What you did in the startup phase is not enough for you to do in the growth phase. Because in the first stage you are micromanaging. എല്ലാം നിങ്ങളാ ചെയ്യുന്നത്, right? Accounting, marketing, दरवाजा खोल के ऑफिस खोल के खुद ही झाड़ू मारना पड़ता है. But once you reach a level where you know the idea is good, then you have to hire professionals. What you did in the past will not work in the future. That is why businesses don't grow, because they get into micromanagement and they never leave it. So it's important, once your idea is good, you get the people better than you, and you have to hire talent also, people who are better than you. ജോലിയോടുള്ള പുതിയ തലമുറയുടെ സമീപനം മാറിയെന്നും രാധാകൃഷ്ണൻ പിള്ള പറഞ്ഞു. A really successful businessman is not the one who is smart, but the one who can get smarter people than you to work under you. So that's a different mindset, and it requires a lot of humility to accept somebody is better than you. People hire people and they never listen to them. Ningala paraya enda chinare, he is better than you, he is a professional. In fact, Bill Gates put it very nicely. He said, a smart businessman is the one who can get work done from smarter people than him.
വ്യവസായികൾ വിരമിക്കാൻ തയ്യാറാകണമെന്നും യുവാക്കൾക്ക് അവസരങ്ങൾ ഒരുക്കണമെന്നും രാധാകൃഷ്ണപിള്ള വ്യക്തമാക്കി. But there is another phase. Apna time jayega. Businessmen, and especially successful businessmen, should know when to stop doing business. Because if you continue doing it, the next generation will not do it better. രാജ്യത്തെ വ്യവസായ മേഖലയിലെ കോർപ്പറേറ്റുകളുടെ കുത്തക തുടച്ചുമാറ്റപ്പെടുമെന്നും ചെറുകിട സംരംഭകർ രാജ്യത്തെ വ്യവസായ മേഖലകൾ കൈയടക്കുന്ന കാലം വിദൂരമല്ലെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുംബൈയിലെ ചെറുകിട വ്യവസായ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന സുരേഷ് നായർ പറഞ്ഞു. എന്റെ കാഴ്ചപ്പാട് അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഈ വ്യവസായ മേഖല SMEയുടെ കയ്യിലായിരിക്കും, കോർപ്പറേറ്റ്സിന്റെ കയ്യിലായിരിക്കില്ല. കോർപ്പറേറ്റ്സ് വിൽ ബി വൈപ്ഡ് ഓഫ്, SME വിൽ റൂൾ. ഞാൻ ഈ പറയുന്ന ചുമ്മാ ഒരു കൈയടിക്ക് വേണ്ടിയല്ല. കാര്യം ഈ ഓൺലൈൻ ലെൻഡിങ് പ്ലാറ്റ്ഫോം, e-commerce, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കടന്നുകയറ്റം കൊണ്ട് ഞാനിപ്പോൾ കാണുന്നത് there are lot of SMEs coming up in a big way. ചെറുകിട വ്യവസായികളെ കാത്തിരിക്കുന്നത് അവസരങ്ങളുടെ കാലമാണെന്നും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അറിയിച്ചു. കോണ്ടാക്ട് ലെസ് ലെൻഡിങ് പ്ലാറ്റ്ഫോം എന്നൊരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലോൺ 1 കോടി രൂപ വരെ കൊടുക്കാണ്ട് ഒരു സംവിധാനം ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവരെ 6400 കോടി രൂപ കൊടുത്തു കഴിഞ്ഞു. നമ്മളത് ആ പ്ലാറ്റ്ഫോം 5 കോടിയിലോട്ട് മാറ്റാൻ പോവുകയാണ്. പ്ലീസ് മേക്ക് യൂസ് ഓഫ് ദിസ് ഓപ്പർച്യൂണിറ്റി. ഇത് ഗവൺമെന്റിന്റെ ഒരു സ്കീമായിട്ട് കാണേണ്ട, ഇത് ബാങ്ക് ഡെവലപ്പ് ചെയ്ത് പോവുകയാണത്. ഡോംബുവിലി കേരളീയ സമാജം ചെയർമാൻ അഡ്വക്കേറ്റ് സദാശിവൻ നായർ മുഖ്യാതിഥിയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഈ മലയാളി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് നമ്മളുടെ ഈ പുറം നാട്ടിൽ. അറ്റ് ദി സെയിം ടൈം ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ ദി അസോസിയേഷൻ ഓഫ് ദി മലയാളീസ്, especially when I belongs to Samajam, that is Kerala Samajam Dombivli. 70 years back, it was formed a few Malayalis. Dombivli ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ ആവശ്യകത അനുസരിച്ച് അന്നവർ ചെറിയൊരു നഴ്സറി ക്ലാസ് തുടങ്ങി. ഇന്ന് ഡോംബിവലിയിൽ 2 കോളേജസ്, 5 സ്കൂള്, ഏതാണ്ട് 10,250 പരം കുട്ടികൾ പഠിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം, 470 പരം സ്റ്റാഫ്, ഏതാണ്ട് 500 കോടിയിൽ പരം ആസ്തിയുള്ള ഏഷ്യയിലെ തന്നെ ഔട്ട്സൈഡ് കേരളത്തിൽ ഒരു വലിയ ഒരു ഓർഗനൈസേഷനായി ഇത് വളർന്നത് മലയാളികളുടെ കൂട്ടായ്മ തന്നെയാണ്. 5000 പരം മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ റോളിലുണ്ട്. ഫ്ലൈജാക്ക് ലോജിസ്റ്റിക് MD രവികുമാർ ആശംസകൾ നേർന്നു. And my ambition, or the passion, was to become a mimicry artist. When I came to Mumbai, I could manage continuing my passion. My dream started changing. Please don't forget, don't bundle your passion and throw away. Continue your passion as much as possible. MBWA പുറത്തിറക്കിയ സുവനീറിന്റെ പ്രകാശനവും സംഘടനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിക്കപ്പെട്ടു. സംഘടനയുടെ ദൗത്യവും ദർശനവും MBWA സെക്രട്ടറി രമേഷ് വാസു വിശദീകരിച്ചു. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ആത്മാർത്ഥമായി ചെയ്യുക, അതിൽ സക്സസ് ഉണ്ടാവും. ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായി ചെയ്തു തീർക്കുക വിതിൻ ടൈം. എനിക്ക് എന്ത് കിട്ടുന്നില്ല, എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് വിചാരിച്ച് ചെയ്താൽ അവിടെ സക്സസ് ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിസ്വാർത്ഥ സേവനത്തിലൂടെ മാതൃകയായ വാരിയർ ഫൗണ്ടേഷൻ ചെയർമാൻ AS മാധവൻ നന്ദി പ്രകാശിപ്പിച്ചു. ആശിഷ് എബ്രഹാം ചടങ്ങുകൾ നിയന്ത്രിച്ചു. ഇത്തരം ക്രിയാത്മകമായ സംവാദങ്ങളാണ് കൂട്ടായ്മയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതും ദിശാബോധത്തോടെ മുന്നോട്ട് നയിക്കുന്നതും. ഗാനഗന്ധർവൻ യേശുദാസിന്റെ സ്വരമാധുര്യം കൊണ്ട് ശ്രദ്ധേയനായ രതീഷ് പറപ്പ നയിച്ച സംഗീത പരിപാടിയിലെ പ്രസക്ത ഭാഗങ്ങൾ കാണാം. തുടർന്ന് ബ്ലിസ് ഇവന്റോ മുംബൈയുടെ ആഭിമുഖ്യത്തിൽ രതീഷ് കണ്ടെടുക്കത്തിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്ന് നടന്നു. ദാസേട്ടൻ അനശ്വരമാക്കിയ ഗാനങ്ങൾ രതീഷിലൂടെ വേദിയിൽ പെയ്തിറങ്ങിയപ്പോൾ മുംബൈയിലെ സംഗീതാസ്വാദകർക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി. മുംബൈ ഗായകരായ വിശ്വനാഥനും മധു നമ്പ്യാരും സൗമ്യയും ആലാപനത്തിന്റെ സ്വരമഞ്ജരിയുമായി വേദി കീഴടക്കി. എക്കാലത്തെയും ഹിറ്റ് ഗാനമായ ചെമ്മീനിലെ മാനസമൈന എന്ന ഗാനവുമായാണ് മധു നമ്പ്യാർ എത്തിയത്. ജാനകിയമ്മയുടെ ആലാപന സൗകുമാര്യത്തിലൂടെ ജനഹൃദയങ്ങൾ ഏറ്റെടുത്ത ഗാനമാണ് സൗമ്യ വേദിയിൽ അവതരിപ്പിച്ചത്. തിരക്ക് പിടിച്ച ബിസിനസ് ജീവിതത്തിനിടയിലും കലയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഫ്ലൈജാക്ക് ലോജിസ്റ്റിക് MD രവികുമാർ സൗണ്ട് ഡിലീഷനുമായി എത്തി ആസ്വാദകരുടെ മനം കവർന്നപ്പോൾ കോമഡി ഉത്സവം ഫെയിം ആശിഷ് എബ്രഹാം മിമിക്രിയിലൂടെ കാണികളുടെ കയ്യടി നേടി. എന്തിനീ പൂക്കൾ ചിരിക്കുന്നു, ഉണ്ണിയെ കാണാൻ കുതിക്കും, കുട്ടിയുടെ നൃത്തം അതിമനോഹരം, കപിലമായ പാപങ്ങൾ, പഴയ പറഞ്ഞ പപ്പടം, പഴയ പറഞ്ഞാലോ പപ്പടകം, പഴയ പറയുമ്പോ
നാടൻപാട്ടിലെ മലബാറിന്റെ മാണിക്യമായ റംഷി പട്ടുവും നാടൻപാട്ടുമായി എത്തിയപ്പോൾ സദസ് ഒന്നടങ്കം ആവേശത്തിലായി. ആടിയും ഒപ്പം പാടിയും കൈയടിച്ചും ആസ്വാദകർ ഒന്നടങ്കം നാടൻപാട്ടിനെ ഹൃദയത്തിൽ സ്വീകരിച്ചു. മലയാളി ബിസിനസ്മെൻ വെൽഫെയർ അസോസിയേഷന്റെ ഗിവിംഗ് ബാക്ക് എന്ന മഹത്തായ സംരംഭത്തിന് പിന്തുണയുമായി മുംബൈയുടെ വിവിധ മേഖലകളിൽ നിന്നും പ്രമുഖരടങ്ങുന്ന നിരവധി പേരാണ് കാളിദാസ് ഓഡിറ്റോറിയത്തിൽ എത്തിയത്. മനസ്സ് നിറയ്ക്കുന്ന കലാസന്ധ്യയും ആസ്വദിച്ച് മടങ്ങിയ ആസ്വാദകരുടെ സന്തോഷം തന്നെയാണ് പരിപാടിയുടെ വിജയമെന്ന് സംഘാടകരും അഭിപ്രായപ്പെട്ടു. വളരെ സന്തോഷമുണ്ട് ഈ കാര്യം ഇത്രയും അധികം ഭംഗിയായിട്ട് വിജയിപ്പിക്കാൻ കഴിഞ്ഞ രാത്രി 12 മണിക്കും ആൾക്കാർ ഇരുന്നുകൊണ്ട് കേൾക്കാൻ കഴിഞ്ഞതും. ഇതിന്റെ സ്വപ്നം നമ്മൾക്ക് മലയാളി കൂട്ടായ്മ, മലയാളികളുടെ കൂട്ടായ്മ കൊണ്ട് നമ്മളുടെ ഏതൊരു കൂട്ടായ്മയ്ക്കും വിജയമുണ്ടാവും. ആ കൂട്ടായ്മയ്ക്ക് നമ്മൾ മുംബൈയിൽ നിന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുംബൈ മലയാളികളുടെ കേന്ദ്രീയ സംഘടനയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. മുംബൈയിൽ നടന്ന കേരളീയ കേന്ദ്ര സംഘടനാ തെരഞ്ഞെടുപ്പിൽ നഗരത്തിലെ പല നവോത്ഥാന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയവരുടെ പാനൽ വിജയക്കൊടി പാറിച്ചു. നിലവിലെ 929 വോട്ടർമാരിൽ 632 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 35 അംഗ ഭരണസമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കേരളീയ കേന്ദ്ര സംഘടനയുടെ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് മത്സരിച്ച TN ഹരിഹരൻ, മാത്യു തോമസ് എന്നിവരോടൊപ്പമുള്ള പാനലിലെ മുഴുവൻ അംഗങ്ങളും വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയം ഉറപ്പാക്കിയത്. ഇടത് സഹയാത്രികരായ TN ഹരിഹരനും മാത്യു തോമസും മുംബൈയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച TN ഹരിഹരൻ 419 വോട്ട് നേടിയപ്പോൾ എതിർ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പത്മ ദിവാകരന് ലഭിച്ചത് 209 വോട്ടുകളായിരുന്നു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച് വിജയിച്ച മാത്യു തോമസ് 430 വോട്ട് സ്വന്തമാക്കിയപ്പോൾ എതിരായി നിന്ന് TN രാജേന്ദ്രന് കിട്ടിയത് 190 വോട്ടുകളായിരുന്നു. മുംബൈ മലയാളി സമൂഹത്തിന്റെ ആഭ്യന്തരമായ കെട്ടുറപ്പ് ശക്തിപ്പെടുത്താനും മഹാനഗരത്തിന്റെ മഹത്തായ ഒരംശമായി മലയാളി സമൂഹത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന സന്ദേശം പകർന്നാടുന്നതായിരുന്നു TN ഹരിഹരനും മാത്യു തോമസും സംയുക്തമായി ഇറക്കിയ പ്രസ്താവന. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നഗരത്തിൽ അരങ്ങേറിയ ചവിട്ട് നാടകം സാമൂഹിക പ്രതിബദ്ധതയുടെ അടയാളപ്പെടുത്തൽ കൂടിയായി. രാജ്യത്തെ പ്രസിദ്ധമായ സാംസ്കാരിക കേന്ദ്രങ്ങളൊന്നായ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൽ കേരളത്തിലെ തീരദേശത്തു നിന്നെത്തിയ കലാകാരന്മാർ ചവിട്ട് നാടകത്തിനായി ചുവടുകൾ വെച്ചപ്പോൾ നിറഞ്ഞ സദസ്സിന് നൂതന അനുഭവമായി. വളരെ ഗംഭീരം. കാരണം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടപ്പോൾ തങ്ങളെ കൈപിടിച്ചുയർത്തിയവർക്കുള്ള പ്രണാമം കൂടിയായിരുന്നു NCPI അങ്കണത്തിൽ തിരുത്തിപ്പുറം നവരത്ന കലാ സാംസ്കാരിക വേദി അവതരിപ്പിച്ച ചവിട്ട് നാടകം. പ്രളയനഷ്ടങ്ങൾക്ക് ശേഷമുള്ള ചവിട്ടുനാടക കലാകാരന്മാരുടെ അരങ്ങേറ്റം കൂടിയായിരുന്നു മുംബൈയിൽ KSNA ഒരുക്കിയ വേദി. ഇത് പരിശീലനത്തെ കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല ഇതിനകത്ത്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന ഒരു കലാരൂപം തന്നെ പറയാം. എൻ്റെയൊക്കെ കുഞ്ഞിലെ തന്നെ ഈ ആശാന്റെ നേതൃത്വത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ പോലും പഠിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഞങ്ങളുടെ തന്നെ ബ്ലഡിൽ ഈ സംഭവം ലയിച്ചിരിക്കുകയാണ്. 80കളിൽ ടെലിവിഷന്റെ കടന്നുകയറ്റത്തോടെയാണ് ഈ കലാരൂപത്തിന് പ്രശസ്തി നഷ്ടപ്പെട്ടതെന്ന് തിരുത്തിപ്പുറം കലാ സാംസ്കാരിക വേദിയിൽ നിന്നെത്തിയ റാഫേൽ ആശാൻ പറയുന്നു. TV ഇല്ലാത്ത കാലങ്ങളിൽ ഇതൊക്കെ നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചിട്ട് പോയിരുന്നു. പക്ഷേ TV ഒക്കെ വന്നതോടുകൂടി തന്നെ ഇതിനെ കൂടാതെയാണെങ്കിൽ ചവിട്ടുനാടകം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ വളരെ ബുദ്ധിമുട്ടുകളുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ്. പ്രതാപകാലങ്ങളിൽ ഉത്സവപ്പറമ്പുകളിലും പള്ളിപ്പെരുന്നാളുകളെയും സമ്പന്നമാക്കിയ കലാരൂപമാണ് ചവിട്ടുനാടകമെന്നും ആശാൻ സൂചിപ്പിച്ചു. സർവ്വതും നഷ്ടപ്പെട്ട ചവിട്ടുനാടകമെന്ന കലാരൂപത്തിനെ വീണ്ടെടുക്കാൻ നടത്തിയ ഉദ്യമനത്തിന് ലഭിച്ച അംഗീകാരം കൂടിയാണ് മുംബൈയിൽ 2 ഇടങ്ങളിലായി അരങ്ങേറിയ ചവിട്ടുനാടകം. NCPI സഹകരണത്തോടെ അരങ്ങേറുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിന് സാരഥ്യം വഹിക്കാൻ കഴിഞ്ഞതിൽ KSNA പശ്ചിമ മേഖലയ്ക്ക് അഭിമാനമുണ്ടെന്ന് ചെയർപേഴ്സൺ പ്രിയ വർഗീസ് പറഞ്ഞു. പ്രളയം ഈ ഗോതുരത്തിനെയും തുരുത്തിപ്പുറത്തെയും പരിസരത്തുള്ള എല്ലാ ഐലൻഡുകളെയും മുക്കിയപ്പോൾ ബോംബെയിൽ നിന്നുള്ള ആളുകളുടെ കലാസ്നേഹികളുടെ സ്നേഹമായിരുന്നു അവിടെ. സാധാരണ സഹായത്തിനപ്പുറം അവരുടെ എല്ലാ വേഷങ്ങളും 6 ടീമിനെയും 200ഓളം ആർട്ടിസ്റ്റുകളുടെ എല്ലാ വേഷങ്ങളും പ്രോപ്സും ഒക്കെ നമ്മൾ റീബിൽഡ് ചെയ്ത് കൊടുത്തു. അതിന്റെ NCPI നമ്മളോടൊപ്പം. കലയോടുള്ള ഇവരുടെ ആസക്തിയും കലാകാരന്മാരുടെ ഊർജവുമെല്ലാം തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് NCPI ഡയറക്ടർ പ്രശാന്ത് കർക്കരെ അഭിപ്രായപ്പെട്ടു. This is really a mind-blowing performance. What really appealed to me, it was a fantastic performance, and I had the privilege to go to Godhruth also to see their performance. So what really appealed to me is their vibrancy, and we are honored and privileged to be of the help to these people and see them back on the stage. ഗോൾഡൻ വോയ്സ് സീസൺ 2 ഗ്രാൻഡ് ഫിനാലെ ഇന്ന് നവി മുംബൈയിൽ. CBD ബേലാപൂർ ഖൈരളി കൾച്ചറൽ കോംപ്ലക്സിൽ നടക്കുന്ന മത്സരങ്ങളിൽ വിജയികളെ തിരഞ്ഞെടുക്കും. അംജു മുംബൈ ന്യൂസ് മേക്കർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇന്ന് സമ്മാനിക്കും. കൂടാതെ മുംബൈയിലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന കലാപ്രതിഭകളെയും ആദരിക്കും.
അംശുംപടി ഈ എപ്പിസോഡോടെ പൂർണ്ണമാകുന്നു. കൂടുതൽ മുംബൈ വിശേഷങ്ങളുമായി എല്ലാ ബുധനാഴ്ച രാത്രി 9:30 പീപ്പിൾ ടിവിയിലും എല്ലാ ഞായറാഴ്ച രാവിലെ 7:30 കൈരളി ടിവിയിലും.